സ്പ്ലെൻഡർ ബൈക്കിൽ ലാലേട്ടന്റെ പിറകിൽ എമ്മച്ചിന്റെ കുപ്പിയും പിടിച്ചോണ്ടുന്ന ചേട്ടനല്ലേ? അതൊരു യാത്രയാണ്, രസകരമായ ഒരു യാത്രയാണ്. എന്നാലും പുള്ളി അത് പറയില്ല എന്ന് ഉറപ്പിച്ചാണല്ലേ ഇരിക്കുന്നത്. സാറിന്റെ കഥാപാത്രത്തിന്റെ അവിടുത്തെ സ്റ്റാൻഡില് കാർ ഓടിക്കുന്ന കൂട്ടുകാരിൽ ഒരാളാണ് ഞാൻ. അടിക്കാറുണ്ടോ? ചുമ്മാ ചോദിച്ചേട്ടോ, അതൊക്കെ രസമല്ല. ആ ഒരു മറുപടിയിലെല്ലാം ഉണ്ട് കേട്ടോ. പഴയ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ലാൽ സാറിന്റെ എല്ലാവിധ ഐറ്റം ഉണ്ട് അതിനകത്ത്. പോസ്റ്റ് ഇങ്ങനെ വൈറലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടർ തരുൺമൂർത്തി സാറിന് അറിയാമായിരിക്കാം. ഇത് നന്നായോ എന്ന് ചോദിച്ചു പറഞ്ഞു നന്നായോണ്ടാണല്ലോ അത് കട്ടാവാത്തതെന്ന് സാറിനെ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പോത്തു നിന്നാട്ടേ. ഹലോ, ഹായ്. ലാലേട്ടന്റെ തുടരും എന്നുള്ളൊരു പടത്തിന്റെ പോസ്റ്റർ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സ്പ്ലെൻഡർ ബൈക്കിൽ ലാലേട്ടന്റെ പിറകിൽ എമ്മച്ചിന്റെ കുപ്പിയും പിടിച്ചോണ്ടുന്ന ചേട്ടനല്ലേ? അതെ അതെ, ഷൈജു ചേട്ടൻ. ഹലോ ഷൈജു ചേട്ടൻ, എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യം തന്നെ ചോദിക്കട്ടെ, രണ്ടുപേരും കൂടെ എമ്മച്ചിന്റെ കുപ്പിയായിട്ട് എങ്ങടാ പോണത് പറയണം. അതൊരു യാത്രയാണ്, രസകരമായ ഒരു യാത്രയാണ്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്നാലും എങ്ങോട്ടാണ് പോണത്? അല്ല, അത് ആ യാത്ര ഒരു ഭയങ്കര രസകരമായ യാത്രയാണ്. ആ യാത്രയിലേക്കുള്ള തുടക്കവും ഭയങ്കര രസമാണ്. എന്നാലും പുള്ളി അത് പറയില്ല എന്ന് ഉറപ്പിച്ചാണല്ലേ ഇരിക്കുന്നത്. പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രസമുള്ള സിനിമ. ഈ പടത്തിൽ വർക്ക് ചെയ്തപ്പോൾ ലാൽ സാറുമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അയ്യോ, സാറായിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം വെച്ചാൽ ഞാൻ നോക്കിയിരുന്ന് കാണുവാണല്ലോ സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ അടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ, നമ്മൾ കുഞ്ഞുനാൾ മുതൽ ആരാധിച്ച് നടക്കുന്ന ആൾ, ഇദ്ദേഹത്തിനോടൊപ്പം ഇരിക്കാനും നടക്കാനും ഒക്കെ കഴിയാന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. ആ സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തുമായിട്ടുള്ള ആ അത്രയും കുറച്ച് സമയങ്ങളുള്ള ആ സമയത്തും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ത്രൂ ഔട്ട് നമ്മുടെ ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു ക്യാരക്ടറാണോ ചേട്ടൻ? അല്ല, സാറ് അതിനകത്ത് ടാക്സി ഡ്രൈവർ ഷൺമുഖൻ എന്ന് പറഞ്ഞ കഥാപാത്രം. ലാൽ സാറിൻ്റെ പേര് ഷൺമുഖൻ എന്നാണ്. സാറിൻ്റെ കഥാപാത്രത്തിൻ്റെ അവിടുത്തെ സ്റ്റാൻഡിൽ കാർ ഓടിക്കുന്ന കൂട്ടുകാരിൽ ഒരാളാണ് ഞാൻ. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ചിയാച്ചൻ. നാടൻ ക്യാരക്ടേഴ്സ് ആണല്ലേ ആ സിനിമ മൊത്തം? ആ സിനിമയിൽ ഒരുമാതിരിപ്പെട്ട ലാൽ സാറിൻ്റെ കൂട്ടുകാരായിട്ട് അഭിനയിക്കുന്ന എല്ലാവരും തന്നെ നാടൻ കഥാപാത്രങ്ങളാണ്. കാരണം അത് നാട്ടിൽ നടക്കുന്ന റാന്നി പോലുള്ളൊരു ചെറിയ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നാടനായിട്ടുള്ള ആൾക്കാരാണ് അതിനകത്തുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എമ്പുരാൻ്റെ റിലീസിനൊക്കെ ശേഷം ഇപ്പോൾ ഒരു മസാല പടമൊക്കെ കണ്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ലാലേട്ടൻ്റെ പഴയ ഒരു ഫാമിലി വൈബ് പടമായിരിക്കും ഇത് എന്നാണ് കാണുന്നത്. ഇപ്പോൾ നമ്മളതിൻ്റെ പാട്ടുകളായാലും അതിൻ്റെ ഓരോ പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയല്ലേ? അതെ അതെ. സാറിന് ലാൽ സാറെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന സാറിൻ്റെ കുറേ കുസൃതികളും തമാശകളും എല്ലാവിധ ചേരുവകളും ഉണ്ടല്ലോ സാറിൻ്റെ. ശരിക്കും പറഞ്ഞാൽ ലാൽ സാറിൻ്റെ പഴയ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ലാൽ സാറിൻ്റെ എല്ലാവിധ ഐറ്റം ഉണ്ട് അതിനകത്ത്. നല്ല രസമാണ് സാറിൻ്റെ അഭിനയവും. അതിനെക്കുറിച്ചൊന്നും പറയുന്നത് മൊത്തത്തിൽ പടം ഭയങ്കര രസമാണ്, നല്ല രസമാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ട്രോള്, അതിനെന്താ ചേട്ടൻ പറയാനുള്ളത്? അല്ല, അതിനകത്ത് ഇതിപ്പോൾ ഇങ്ങനെ ഈ പോസ്റ്റ് ഇങ്ങനെ വൈറലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഡയറക്ടർ തരുൺമൂർത്തി സാറിന് അറിയാമായിരിക്കാം. കാരണം സാറിൻ്റെ ഒരു പടത്തിലൊരു ക്യാരക്ടർ ഞാൻ അതിനകത്തൊരു ഇങ്ങനെ മാന്തി ഇങ്ങനെ കഴുത്തി ചൊറിഞ്ഞുകൊണ്ട് ഇതിൽ പറയുന്നുണ്ട്. അതുവരെ സാറിൻ്റെ ഒരു ഒപ്പീനിയനല്ല, സാറ് പറഞ്ഞു തന്നിട്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് ഇതിൻ്റെ ഓരോ കഥാപാത്രത്തെക്കുറിച്ച് സാറിനറിയാം. അതുകൊണ്ട് ചിലപ്പോൾ ഈ പോസ്റ്ററും സാറിൻ്റെ ഐഡിയ തന്നെ ആയിരിക്കാം ഇത്രയും. അതായത് ഇങ്ങനെ ഒരു കഥാപാത്രത്തിൽ തന്നെ എന്നെ എത്ര പേരെ ഇരുത്താൻ അതിനകത്ത് സാറിൻ്റെ പുറകിൽ ഇരുത്താനാണ് എന്തോരം നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ എന്നെപ്പോലെ ഒരു ആർട്ടിസ്റ്റിനെ പിടിച്ച് സാറിൻ്റെ പുറകിൽ ഇരുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം വേറിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ. അത് തന്നെ സാറിൻ്റെ മാസ് ചിന്താഗതിയിൽ ഒന്നായിരിക്കായിരുന്നു. ചേട്ടാ, നമ്മളെ ലാലേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു? സാറിൻ്റെ കൂടെ ചെയ്തപ്പോൾ വലിയ സന്തോഷമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സാർ അത്രയ്ക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തല്ലേ കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റി. ലാലേട്ടൻ സെറ്റിലോട്ടൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അവിടെ ഫുൾ ആംബിയൻസ് ഒക്കെ എങ്ങനെയായിരിക്കും? സെറ്റായിരിക്കും? സാറ് വരുമ്പോൾ എല്ലാവർക്കും ഒരു ഉണർവാണല്ലോ. എല്ലാവരും അങ്ങോട്ടൊക്കെ മാറിയൊക്കെ നിൽക്കും, അല്ലെങ്കിൽ ഞാനൊക്കെയാണല്ലോ ഒതുങ്ങി ഇങ്ങനെയൊക്കെ നിൽക്കുകയാണല്ലോ. സാറ് വരുമ്പോൾ നമുക്കറിയാം സെറ്റിൽ. സാറ് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഉണർവാകും പെട്ടെന്ന് തന്നെ. എല്ലാവരും ഒരു മാറും, നമ്മുടെ എല്ലാവരും ഫിഗർ മാറും. എല്ലാവരും ഒരു പ്രത്യേക രസമായിരുന്നു. ഈ സ്പ്ലെൻഡർ ബൈക്കിൽ ചേട്ടൻ ഈ എമ്മച്ചുമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചോദിക്കുക, ചേട്ടൻ്റെ ബ്രാൻഡ് ഏതാ ശരിക്കും? അടിക്കാറുണ്ടോ? ചുമ്മാ ചോദിച്ചേട്ടോ, അതൊക്കെ രസമല്ല. ആ ഒരു മറുപടിയിലെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലാൽ സാറിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് പറഞ്ഞു, ചേട്ടൻ്റെ പേര് പറഞ്ഞു. നമ്മുടെ ശോഭന ചേച്ചിയുടെ കഥാപാത്രത്തിൻ്റെ പേര് പറയാൻ പറ്റുമോ? ചേച്ചിയുടെ കഥാപാത്രത്തിൻ്റെ പേര് ശോഭന മാമിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ലളിത എന്നാണ് മാമിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്നു. എന്നാലും ചേട്ടനൊന്നും വ്യക്തമായി പറയുന്നില്ല പലതും. വേറെ ഈ കഥയുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കിപ്പോൾ പുറത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഒരു എക്സ്പീരിയൻസോ ആ സെറ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഈ പടം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അതായത് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ തലമൂത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എൻ്റെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടികൾക്കും ഇത്
കൃത്യമായിട്ട് കൺവേ ആവുന്ന രീതിയിൽ സാർ അത് ഈ പടം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിലുപരി സാറ് ലാൽ സാറിൻ്റേതായിട്ടുള്ള എല്ലാ രസങ്ങളും, അതായത് അതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടാൽ അറിയാം, ചക്കപ്പഴം വെട്ടി ഇരിഞ്ഞെടുക്കുന്ന ലാൽ സാറൊക്കെ അതൊക്കെ എത്ര ഇതായിട്ട് ചെയ്യുന്നതെന്നറിയാമോ. അതുപോലെ എല്ലാം നല്ല രസമായിട്ട് സാറും മാമും തമ്മിലുള്ള ആ ജോഡി തന്നെ ഭയങ്കര രസമാണ്. എങ്ങനെയാണ് ചേട്ടൻ ഈ ലാലേട്ടൻ്റെ കൂടെ ഈ ഒരു തുടരും എന്നുള്ള സിനിമയിൽ ചേട്ടനെ കാസ്റ്റ് ചെയ്യാനും അതിൻ്റെ ബാക്കിലുള്ള കഥകൾ എന്താണ്? അത് എന്ന് പറഞ്ഞാൽ സാറിൻ്റെ തന്നെ തരുമൂർത്തി സാറിൻ്റെ തന്നെ സൗദി വെള്ളയ്ക്ക എന്ന് പറഞ്ഞ നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച പടം ഉണ്ടല്ലോ, ആ ചിത്രത്തിനകത്ത് എനിക്കൊരു ചെറിയ വേഷം തന്നിരുന്നു സാറ്. അപ്പോൾ ആ വേഷം തരാൻ നേരത്താണ് സാർ എന്നോട് പറഞ്ഞത്, വീട്ടിലെ അച്ഛനും അമ്മയും സാറിൻ്റെ കുടുംബമൊക്കെ എന്നെക്കുറിച്ച് പറയാറുണ്ട്, എൻ്റെ സ്കിറ്റുകൾ കാണാറുണ്ട്. അപ്പോൾ ഷൈജൻ ഇങ്ങനെ ഒരു വേഷം ഷൈജൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്ത് തന്നെ, അതായത് സൗദി വെള്ളയ്ക്കയിലെ വേഷം എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ നമുക്ക് കട്ടായി പോകുന്ന വേഷമാണ്, ചെയ്യൂ നന്നായിരുന്നാൽ നമുക്കത് ഉപയോഗപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ആ വേഷം ചെയ്തു. എന്നിട്ട് സാറെന്നോട് എൻ്റെ പ്രിവ്യൂ ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് സാറിനോട് പറഞ്ഞു, അത് കട്ടായി പോയിട്ടില്ല കേട്ടോ ഷൈജോ, അതുണ്ട് എന്ന് പറഞ്ഞപ്പം ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറേ ഞാൻ ചെയ്ത് നന്നായോ എന്ന് ചോദിച്ചു. പറഞ്ഞു നന്നായോണ്ടാണല്ലോ അത് കട്ടാവാത്തതെന്ന് സാറിനെ അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. അതിനുശേഷം ഇത്രയും വലിയ ഇതുപോലൊരു ക്യാരക്ടർ എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ സർപ്രൈസ് ആയിരുന്നു. സാറിനോട് താടിയൊക്കെ വളർത്തി കേട്ടോ ഒരു പരിപാടി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താടിയൊക്കെ വളർത്തിൻ്റെ പടത്തിൻ്റെ പോസ്റ്റർ കണ്ടല്ലോ, താടി മുടിയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് താടിയൊക്കെ വന്ന് പിന്നെ ഞാൻ അവസാനമാണ് അറിയുന്നത് സാറിൻ്റെ പടത്തിൽ ഇങ്ങനെ ഒരു വേഷമാണെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ പടത്തിലെത്തിയത്. അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? തുടരുന്ന ലൊക്കേഷൻ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. തൊടുപുഴ, തേനി, പിന്നെ റാന്നി, പിന്നെ ചെന്നൈ ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടത്. ഇപ്പോൾ ചേട്ടൻ്റെ കരിയറിൽ നമുക്കൊരു വലിയ ബ്രേക്ക് ആവുന്ന, നമുക്ക് അങ്ങനെയുള്ള ഒരു സാധ്യതയുള്ളൊരു ഒരു ഫിലിമായിട്ട് ചേട്ടൻ ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ആ പോസ്റ്ററിൽ അത്രത്തോളം എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നല്ല ഏതൊരു മിമിക്രി ആർട്ടിസ്റ്റും കൊതിക്കുന്ന ഒരാളുടെ കൂടെ ഇതുപോലൊരു കഥാപാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് കരിയറിലെ ഏറ്റവും നമ്പർ 1 പൊസിഷനാണ്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ചേട്ടൻ്റെ ഒരു മിമിക്രി പെർഫോമൻസ് അല്ലെങ്കിൽ സ്കിറ്റുകളൊക്കെ ടെലിവിഷനിൽ കുറേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ കുറേ കണ്ട് ചിരിപ്പിച്ചിട്ടുണ്ട്, കുറേ ആൾക്കാരെ നിങ്ങൾ ചിരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇനി ഉടനെ ഒരു സ്കിറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള എന്താണ് നമ്മൾ? അതെ സ്കിറ്റുകളാണ് നമുക്ക് ഇപ്പോൾ ഈ ലാൽ സാറിൻ്റെ പടത്തിൽ വരെ കൊണ്ടുവന്ന് എത്തിച്ചത് സ്കിറ്റുകളാണ്. അത് ചെയ്തുകൊണ്ടാണ് നമ്മളെ 10 പേർ അറിയുന്നതും നമ്മൾ അന്നം കഴിച്ച് ജീവിച്ചു പോകുന്നതും. അതുകൊണ്ട് സ്കിറ്റുകൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുവഴിയാണ് ഞാൻ ഈ സിനിമകളിലേക്കൊക്കെ എത്തിയത്. പുതിയ നമ്മുടെ പ്രൊജക്റ്റുകൾ എന്താണ്? സിനിമാ വിശേഷങ്ങൾ എന്താണ്? പുതിയ പടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാനിങ്ങിൽ ഉണ്ടോ? എന്തൊക്കെയാണ് അടുത്തടുത്ത പടങ്ങൾ വരാൻ? പ്ലാനിങ് ഒക്കെ പലരും നടത്തുന്നുണ്ട്. എന്നെ വിളിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അങ്ങനെ വിളിക്കുന്നതിലൊക്കെ പോയി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നും ഇതുവരെ അതായത് നാളെ ഷൂട്ട് എന്ന് പറയാറായിട്ടില്ല. ഇവിടെയൊക്കെ ചർച്ച നടക്കുന്നത്. പാട്ടുകളൊക്കെ 1-2 നല്ല പാട്ടുകൾ നമുക്ക് ഇതിൽ എം.ജി. ശ്രീകുമാരേട്ടൻ പാടിയ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ 2 പേര് നമുക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പോത്തു നിന്നാട്ടേ. അപ്പോൾ ഈ കൺമണിപ്പൂവിനെ എല്ലാം കാണാനായിട്ട് എല്ലാവരും തുടരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. അതുപോലെ തന്നെ ചേട്ടൻ്റെ തുടരും എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലൂടെ ചേട്ടൻ്റെ ആ സിനിമാ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ, വേറെ പുതിയ നല്ല പ്രൊജക്റ്റുകൾ കിട്ടട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. എന്തായാലും അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, പൊളിക്കുക, സെറ്റ്. താങ്ക് യു.